ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മെഴുകറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. നല്ല പുളിയും എരിവും ഒക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒരു 10-12 വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ ക്യൂബ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ വഴന്ന് കിട്ടണേ. അതേപോലെ തന്നെ പച്ചമുളകും നല്ലതുപോലെ എണ്ണയിൽ വാടി വരണം. വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 10 കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഒരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ തക്കാളിയും കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് നല്ലതുപോലെ വെള്ളത്തിൽ നെവിടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നതായിരിക്കും. ഇനി നമുക്കിതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി താളിപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മെഴുകറി ഇവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും പല രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ പുളിയും എരിയൊക്കെ പിടിച്ചിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.